കഠിനംകുളത്തെ ആതിരയുടെ കൊലപാതകം അതിക്രൂരമായ രീതിയിലായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട എറണാകുളംകാരനായ ജോൺസൺ ഔസേപ്പ് എന്ന വ്യക്തിയാണ് കൊലപാതകം നടത്തിയത്. കഴിഞ്ഞ ഒരു വർഷമായി ആതിരയുമായി സോഷ്യൽ മീഡിയയിൽ കൂടി അവർ പരിചയപ്പെട്ടു. ആ ജോൺസൺ ഔസേപ്പ് എറണാകുളത്ത് ഫിസിയോതെറാപ്പിസ്റ്റാണെന്ന് പറയുന്നു. അയാളുടെ ഭാര്യയുമായിട്ട് കഴിഞ്ഞ 5 വർഷമായി സെപ്പറേറ്റ് ചെയ്താണ് ഇയാൾ കഴിയുന്നത്. 3 മക്കളും ഉണ്ട് ഇയാൾക്ക്. സോഷ്യൽ മീഡിയയിൽ കൊല്ലത്തെ കഠിനംകുളം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരി രാജീവൻ്റെ ഭാര്യയാണ് ശരണ്യ, ആതിര. ഇവർ ഏകദേശം 8-10 വർഷമായി വിവാഹം കഴിച്ചിട്ട് 24 വർഷമായിട്ട് ഭരണിക്കാട് ക്ഷേത്രത്തിലെ പൂജാരിയാണ് രാജീവൻ. രാജീവിൻ്റെ ഭാര്യ സ്ഥിരമായി സോഷ്യൽ മീഡിയയിൽ കൂടെ സഞ്ചരിക്കും. അങ്ങനെയാണ് ജോൺസൺ ഔസേപ്പുമായിട്ട് പരിചയപ്പെട്ടത്. അയാളുടെ ചില റീലുകളൊക്കെ ഇട്ടത് അവർക്കിഷ്ടമായി. അങ്ങനെ പരസ്പരം അടുത്തു. കഴിഞ്ഞ 1 വർഷമായി നിയമപരമായിട്ടല്ലാത്ത ഒരു ബന്ധം അവർ തുടർന്നുകൊണ്ടിരുന്നു. ഇവരിൽ നിന്ന് പല രീതിയിലും ഇയാൾ പണം ഊറ്റി 1,30,000 രൂപയോളം 1 വർഷം കൊണ്ട് ഇവർ കൊടുത്തു. ഇവർ കൊല്ലപ്പെടുന്നതിന് 2-3 ദിവസം മുമ്പ് ഇയാൾ അവിടെ വന്നു. 2,500 രൂപ ഇവരെ നിന്ന് വാങ്ങിച്ചു. ആ 2,500 രൂപ കൊണ്ടാണ് പെരുമാതറ ഇയാൾ ഒരു മുറിയെടുത്തത്. ആ പണം കൊണ്ട് തന്നെയാണ് ഇയാൾ ഇതുവരെ സഞ്ചരിച്ചത്. ആ സ്ത്രീയുടെ ഒത്ത് താമസിക്കണം എന്നായിരുന്നു ഇയാൾ ആഗ്രഹമെന്ന് പറയുന്നു. പക്ഷേ അതേപ്പറ്റി പോലീസ് കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇവനൊരു കൊലയാളിയായിട്ട് നടക്കുന്ന ഒരുത്തനാണോ എന്ന് പോലീസ് കൂടുതലായിട്ട് നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ആ സ്ത്രീയുടെ വീട്ടിൽ ഇയാൾ മതിൽ ചാടിക്കടന്ന് രാവിലെ 8:30-ക്ക് എത്തി. സാധാരണഗതിയിൽ 5 മണി കഴിയുമ്പം രാജീവ് ഭരണിക്കാട് ക്ഷേത്രത്തിലേക്ക് പോകും. പിന്നെ ക്ഷേത്രപൂജകളും അവിടുത്തെ ക്ഷേത്രത്തിലെ ആചാരങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം 11:30 മണിക്കാണ് വീട്ടിലെത്തുന്നത്. ഈ സമയം വരെ ആതിര ഒറ്റയ്ക്കാണ് ആ വീട്ടിൽ. 8 വയസ്സുള്ള 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോനെ രാവിലെ 8:30-ക്ക് വീട്ടിനടുത്ത് ബസ് വരുമ്പോൾ അവിടെ കൊണ്ട് വിടും. പിന്നീട് ഒറ്റയ്ക്കാണ്. കഴിഞ്ഞ ദിവസം ഇയാൾ പതിവ് പോലെ വന്നു. മതിൽ ചാടിക്കിടന്ന് അവിടെ പതുങ്ങിയിരുന്നെന്നാണ് പറയുന്നത്. ഈ സ്ത്രീയെ ആതിരയെ വിവാഹം കഴിച്ച് ഒന്നിച്ച് താമസിക്കണമെന്നായിരുന്നു ആഗ്രഹം. അതിനവർ എതിർത്തു. രാജീവിൻ്റെ അടുത്ത് കഴിഞ്ഞ 7 മാസം മുമ്പ് ഇതുപോലൊരു സുഹൃത്ത് മൊബൈൽ ഫോണിൽ കൂടെ ലഭിച്ചിട്ടുണ്ടെന്നുള്ള വിവരം പറഞ്ഞു. അത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം, അത് നല്ലതല്ല എന്ന് ആ പൂജാരി രാജീവിന് തോന്നി. അപകടം അദ്ദേഹം മണത്തിട്ടുണ്ടാവും. ആ ബന്ധത്തെ തുടർന്ന് ഈ ലെവലിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് ഭർത്താവിന് തോന്നിയിരിക്കാം. ഇതുപോലെയുള്ള ബന്ധങ്ങൾ പല സ്ത്രീകളും പുരുഷന്മാരും പുലർത്തുന്നുണ്ട് കേരളത്തിൽ. അതൊക്കെ ട്രാജഡി ചെന്ന് അവസാനിക്കുമെന്ന് നമുക്കറിയാം. ധാരാളം സംഭവങ്ങൾ ഇതുപോലെ വരുന്നു. ലിവിങ് ടുഗദർ, അതോടൊപ്പം തന്നെ ഇത് സോഷ്യൽ മീഡിയ ഫ്രണ്ട്സുകൾ. ഇത് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഇവർ പരിചയപ്പെട്ടതാണ്. പരിചയം പുതുക്കി ഇയാളുടെ റീൽസൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ അവർ ആകൃഷ്ടയായി. ഇയാളുമായിട്ട് ബന്ധം തുടർന്നു. രഹസ്യമായിട്ട് ഇയാൾ അവരുടെ വീട്ടിൽ വരാൻ തുടങ്ങി. അവളുടെ ഓരോ ദിവസത്തെ നീക്കം, രാവിലെ മുതൽ എഴുന്നേറ്റാൽ എന്തൊക്കെ ചെയ്യുന്ന എല്ലാ വിവരവും ഇദ്ദേഹത്തിന് അറിയാം. ഒന്നിച്ച് 2 പേരും താമസിക്കണം എന്ന് പറഞ്ഞത് അവർക്ക് അസൗകര്യം ഉണ്ടാക്കി. അവർ പറഞ്ഞു അതിനോടൊന്നും അവർക്ക് താല്പര്യമില്ല. എന്നാൽ അവരുമായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നത് ആഗ്രഹിച്ച് ഇയാൾ നടന്നു. ഇയാളുടെ ഭാര്യ നേരത്തെ പിണങ്ങിപ്പോയതാണ്. 3 മക്കളുള്ള വ്യക്തിയാണ്. സാമ്പത്തികമായി വലിയ നിലവാരത്തിലൊന്നും ആണെന്ന് തോന്നണില്ല. ഇയാൾ ഒറിജിനലി കൊല്ലം കഠിനംകുളം ഇതിനടുത്ത് തന്നെ ഉള്ള ആളാണ് എന്നുള്ളതാണ്. അവിടുത്തുകാരനാണ് ജോൺസൺ ഔസേപ്പ്. ഈ അവരുമായിട്ട് ബന്ധപ്പെട്ട ശേഷമായിരിക്കണം കഴുത്ത് കണ്ടിച്ചതെന്നാണ് ഞാൻ കരുതിയത്.
പക്ഷേ ഇപ്പം വരുന്ന വാർത്തകളിൽ അവരെ അബോധാവസ്ഥയിലാണ് കഴുത്ത് കണ്ടിച്ചത് എന്ന് പറയുന്നുണ്ട്. അത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ നമുക്കത് വ്യക്തത വരുള്ളൂ. എങ്കിലും കഴുത്ത് ഏകദേശം 70% അയാൾ കീറി മുറിച്ചിട്ടുണ്ട്. അത് ജീവനോടെ ഉള്ള സമയത്താണെങ്കിൽ ഡിഫൻസീവ് വൂണ്ട് വരണം. പക്ഷേ അവർ അബോധാവസ്ഥയിലായിരിക്കണം അവരെ കഴുത്ത് കണ്ടിച്ചതെന്ന് പോലീസ് പറഞ്ഞതായിട്ട് അറിയുന്നുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടത്തിൽ നമുക്കത് വ്യക്തത വരുള്ളൂ. ഇയാൾ പെരുമാതുറയ്ക്കടുത്ത് 2-3 ദിവസം കൊണ്ട് ഒരു മുറി വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. ഇവളെയും വിളിച്ചുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ആതിരയും വിളിച്ചുകൊണ്ട് ഒന്നിച്ച് താമസിക്കാനുള്ള നീക്കത്തിൻ്റെ തുടർച്ചയായിരിക്കണം അയാൾ അത് ചെയ്തത്. പക്ഷേ അവിടെ ഒരു മുറിയെടുത്ത് താമസിക്കാനും ഇയാൾ ആതിരയിൽ നിന്ന് 2500 രൂപ 2-3 ദിവസം മുമ്പ് വാങ്ങിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും സംഭവത്തിന് ശേഷം ഇയാൾ ചിറയൻകീഴ് റെയിൽവേ സ്റ്റേഷനിലെ ആതിരയുടെ സ്കൂട്ടർ എടുത്ത് ആണ് റെയിൽവേ സ്റ്റേഷനിൽ പോയത്. അവിടുന്ന് ട്രെയിൻ കയറിയതായിട്ട് പോലീസ് കണ്ടെത്തി. തിരുവനന്തപുരത്തേക്കാണ് ടിക്കറ്റ് എടുത്തതെന്നും കണ്ടെത്തി. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ അയാൾ ചിങ്ങവനത്ത് ഇറങ്ങി. ഇയാളുടെ പടങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അയാൾ ട്രെയിനിൽ ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. അതുകൊണ്ടായിരിക്കണം അയാൾ ചിങ്ങവനത്ത് ഇറങ്ങിയത്. ചിങ്ങവനത്ത് ഇറങ്ങി ഇയാൾ പിടിക്കപ്പെടുമെന്ന് മനസ്സിലാക്കിയപ്പം അയാൾ വിഷം കഴിച്ചു എന്നാണ് തോന്നുന്നത്. ആ വിഷം അയാൾ എവിടുന്ന് വാങ്ങിച്ചു, എങ്ങനെ കഴിച്ചു എന്നൊക്കെ പോലീസ് ഇനി അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. ഇതേ രീതിയിലുള്ള വിഷം അയാൾ നേരത്തെ കൈവശത്തിലുണ്ടായിരുന്നോ, അത് തന്നെയാണോ ആതിരയ്ക്ക് കൊടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഏതായാലും പോലീസ് ചിങ്ങവനത്ത് വെച്ച് വിഷമടിച്ച ജോൺസൺ ഔസേപ്പിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയ സമയത്ത് തന്നെ ചിങ്ങവനം പോലീസ് ഇയാൾ വാണ്ടഡ് ക്രിമിനൽ ആയതുകൊണ്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. കഠിനംകുളത്ത് നിന്ന് പോലീസ് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അയാളുടെ സ്ഥിതിവിശേഷം എന്താണെന്നറിയില്ല. എങ്കിലും അയാൾക്ക് സമൂഹത്തിൽ ഈ കൊലപാതകത്തിന് ശേഷം ഇറങ്ങി നടക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അത് ചെയ്തു കഴിഞ്ഞപ്പോഴാണ് ബോധ്യം വന്നത്. പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ പല സോഷ്യൽ മീഡിയയിലും ചാനലിലും വന്നു കഴിഞ്ഞു. പുറത്തിറങ്ങി നടക്കാൻ കഴിയില്ല. അതുകൊണ്ടായിരിക്കണം വിഷം എടുത്ത് അടിച്ചത്. എന്തായാലും കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. സോഷ്യൽ മീഡിയയിലുള്ള അപകടം എന്താണ്, ഇൻസ്റ്റഗ്രാമിൽ പരിചയമില്ലാത്ത ആളുമായിട്ട് നടക്കുന്ന ഇത് ദൂഷ്യം എന്താണ് എന്നൊക്കെ എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവും. ധാരാളം സംഭവങ്ങൾ ഇതേ സമാന രീതിയിൽ കേരളത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കൂടുതലായുള്ള വിവരങ്ങൾ ഇതുവരെ ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിരുന്നില്ല. ഇത് കൃത്യമായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടി സ്ട്രേഞ്ചേഴ്സായിട്ട് പരിചയപ്പെട്ടാൽ അതിൽ അപകടം ഉണ്ടാവും. നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യും. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പണം പതുക്കെ അവൻ കമഴ്ത്തിക്കൊണ്ട് പോകും. നിങ്ങളുടെ ആഭരണങ്ങൾ തീർച്ചയായിട്ടും പതുക്കെ ഊരിക്കൊണ്ട് പോകും. അത് ബ്ലാക്ക് മെയിലിംഗ് ആണ്. അയാളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമില്ല. അങ്ങനെ പരിചയപ്പെടുന്ന ആൾക്കാരുടെ സ്വഭാവം എന്താണെന്ന് അറിയാൻ സാധിക്കത്തില്ല. പരിചയപ്പെട്ട് അടുത്ത് കഴിയുമ്പോൾ ഇവൻ്റെ തനിനിറം മനസ്സിലാവുകയുള്ളൂ. ആ രീതിയിലുള്ള ക്രിമിനൽ തന്നെയാണ് ഇയാൾ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അയാൾ ഒരു ഭാര്യയെ നേരത്തെ ഉണ്ടായിരുന്നു, 3 കുട്ടികളുണ്ട്. അവരെ വഴിയാധാരമാക്കിയിട്ട് ഇയാൾ യഥേഷ്ടം കേരളം മുഴുവൻ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ കൂടെ പലരുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടാവണം. ഈ ആതിര മാത്രമല്ല, വേറെ പലരുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇയാളെ സർവൈവ് ചെയ്താൽ പോലീസ് ആ രീതിയിലേക്ക് ചോദ്യം ചെയ്ത് ഉള്ള കാര്യങ്ങൾ വെളിയിലേക്ക് കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും കഠിനംകുളത്തെ വടക്കവിള പാടിക്കവിളാകം ഭരണിക്കാട് ഭഗവതി ക്ഷേത്രത്തിലെ പൂജാരിയായ രാജീവന് തൻ്റെ 8 വയസ്സ് പ്രായമുള്ള മകനും അവരെ ചതിച്ച് ഈ ആളുമായിട്ട് ബന്ധപ്പെട്ട് അതൊരു മരണത്തിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യമാണ് ഇപ്പോൾ ആതിരയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും ശ്രദ്ധിക്കുക. ഇതുപോലെയുള്ള ബന്ധങ്ങളിൽ ചെന്ന് ചാടരുത്. ഉള്ള സമാധാന അന്തരീക്ഷം പോകും. പിന്നീട് നമുക്ക് വിധിച്ചിരിക്കുന്ന ജയിൽവാസമാണ് എന്ന് കരുതിക്കോണം.